ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB NDPC 2025 ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ NDPC എക്സാമിന് നമ്മുടെ പൊളിറ്റിയിൽ നിന്നും അതും പൊളിറ്റിയുടെ ഒരു ഭാഗം, ഏത് ഭാഗം എന്നറിയോ? നമ്മുടെ പൊളിറ്റിയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭാഗത്തിൽ നിന്നും കേട്ടോ, നമ്മുടെ പൊളിറ്റിയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭാഗത്തിൽ നിന്നും കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ച PVQ സീരീസുമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് നമ്മളിപ്പം ഒരു 10 ക്വസ്റ്റ്യൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. അത് നമ്മൾ കഴിഞ്ഞ സ്ട്രാറ്റജിയുടെ ഒരു 3 സീരീസ് ചെയ്തു. അതുപോലെ പൊളിറ്റി ഹിസ്റ്ററി ഒക്കെ വരും. അത് നമ്മൾക്ക് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ടോപ്പിക്ക് ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ പൊളിറ്റിയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൊളിറ്റിയുടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടല്ലോ, അതിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യവും ഇനി ഈ വർഷം ആ ചാപ്റ്ററിൽ നമുക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്നാണ് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, സോ ഫസ്റ്റ് ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അല്ലേ, ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന അഡ്വൈസ് ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ഒരു ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തി നമ്മുടെ MN റോയി ആണ് അല്ലേ. ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇത് കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആരാണത് മുന്നോട്ട് വെച്ച? ആരാണ്? നമ്മുടെ MN റോയി ആണ് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വേണമെന്ന പ്രപ്പോസൽ ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി. ഇനി അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ നമുക്ക് പറയാം, അത് നമ്മുടെ സ്വരാജ് പാർട്ടി, നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ ചേർന്ന് രൂപീകരിച്ച സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച ആദ്യത്തെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടാക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ടീമാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ക്യാബിനറ്റ് മിഷൻ വന്നതോടുകൂടിയാണ് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ക്യാബിനറ്റ് മിഷൻ വന്നത് 1946 അല്ലെ, 1946 കോൺസ്റ്റിറ്റ്യൂൻ്റ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നതും അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ പോകുന്നത് ആ ഭാഗത്തേക്കാണ്. എന്നാണ് ആദ്യത്തെ സെഷൻ, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ സെഷൻ ഓർഗനൈസ് ചെയ്ത വർഷം? സോ വർഷം എന്നാടാ? അത് 1946, 1946 എന്നാണ്. 1946 ഡിസംബർ 9-ാം തീയതി. 1946 ഡിസംബർ 9-നാണ് ആദ്യത്തെ അസംബ്ലി കൂടുന്നത് കേട്ടോ. ഫസ്റ്റ് അസംബ്ലി സെഷൻ കൂടിയതെന്നാണ് 1946 ഡിസംബർ 9-ാം തീയതി. അപ്പോൾ ആൻസർ ഏതാ? 1946. അതുപോലെ ആരെന്നറിയോ ആദ്യത്തെ പ്രസിഡന്റ്? അതും ചോദിച്ചു കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹു ഇസ് ദ ഫസ്റ്റ് പ്രസിഡന്റ്? ആരെന്നറിയോ? നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഡിസംബർ 9-ന് ഒരു താൽക്കാലികമാണ്, ഒരു ടെമ്പററി പ്രസിഡന്റായിട്ടാണ് പുള്ളി വരുന്നത് കേട്ടോ. ടെമ്പററി പ്രസിഡന്റായിട്ട് ആര് വരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വരുന്നു. അതുപോലെ 1946 ഡിസംബർ 11-ന് 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 11-ന് നമ്മുടെ പെർമനന്റ് പ്രസിഡന്റായി ആര് തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയോ? കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ് അത് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് അല്ലേ. അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പെർമനന്റ് പ്രസിഡന്റ്. അതെന്നാ? ഡിസംബർ 11-ാം തീയതി കേട്ടോ, പെർമനന്റ് പ്രസിഡന്റ്. അതുപോലെ തന്നെ നമുക്ക് വൈസ് പ്രസിഡന്റും വന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് HC മുഖർജി കേട്ടോ. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് കേട്ടോ, വൈസ് പ്രസിഡന്റ് HC മുഖർജി. അതുപോലെ ഒരു അഡ്വൈസർ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ കൂടി ഉണ്ടായിരുന്നു. അഡ്വൈസർ ചോദിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അഡ്വൈസർ ആരാണ്? BN റാവു കേട്ടോ. ഇതും PVക്ക് ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അഡ്വൈസർ ആരാണ്? BN റാവു. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ HC മുഖർജിയും. പെർമനന്റ് പ്രസിഡന്റ് ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ. ഒരു ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു ആദ്യമാര്? സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. സോ ഡേറ്റ് കണ്ടല്ലോ, 46 ഡിസംബർ 9. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
was the president of the first meeting of the Constituent Assembly which was held on December 9, 1946? സെയിം ക്വസ്റ്റ്യൻ അപ്പോൾ കണ്ടില്ലേ ഇതാ ഡിസംബർ 9 1946 ഫസ്റ്റ് മീറ്റിംഗ്. ആരുടെ പ്രസിഡന്റ്? ഓപ്ഷൻ എ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഫസ്റ്റ് എന്താണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ടെമ്പററി പ്രസിഡന്റ് ആണ് അല്ലേ നമ്മുടെ കണ്ട നമ്മുടെ മെയിൻ പ്രസിഡന്റ് പെർമനന്റ് പ്രസിഡന്റ് ഓപ്ഷനിലുണ്ടല്ലേ രാജേന്ദ്ര പ്രസാദ്. പക്ഷെ ഡേറ്റ് തന്നിട്ടുണ്ട് ഡിസംബർ 9 1946. ഫസ്റ്റ് മീറ്റിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഏതാ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത എന്താ ചോദിച്ചത് നോക്ക്. ഡ്യൂറിംഗ് ദി ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ who among the following present the ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അത് പ്രസന്റ് ചെയ്ത ആരെന്നാണ്? പ്രസന്റ് ചെയ്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഹു പ്രസന്റ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. അത് ഡേറ്റും ചോദിച്ചിട്ടുണ്ട് 13 ഡിസംബർ 1946. അതും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ NTPSC ഇതും ചോദിച്ചിരുന്നു. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഏത് പർട്ടിക്കുലർ ഡേറ്റിലാണ് പ്രസന്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 13 ഡിസംബർ 13 1946 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതും ആരാ പ്രസന്റ് ചെയ്തത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തത് കേട്ടോ. ഹു പ്രപ്പോസ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? ആരാണ്? നമ്മുടെ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The Constituent Assembly formed the drafting committee of the Constituent Assembly. Drafting committee. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട കമ്മിറ്റീസ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് രൂപീകരിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1947 ഓഗസ്റ്റ് 29. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച ദിവസമാണ് 1947 ഏതാണ്? ഓഗസ്റ്റ് എന്താണ് 29. 1947 ഓഗസ്റ്റ് 29 എന്ത് രൂപീകരിച്ചത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ആരെന്നറിയോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 7 പേരും പഠിക്കണം, കാരണം കഴിഞ്ഞ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നമുക്ക് ആരൊക്കെ 7 പേരെന്ന് നോക്കിയാലോ. ചെയർമാൻ ആര്? അംബേദ്കർ. രണ്ടാമത്തെ ആളാണ് നമ്മുടെ N മാധവ് റാവു. മൂന്നാമത്തത് TT കൃഷ്ണമാചാരി. TT കൃഷ്ണമാചാരി. നാലാമത്തത് KM മുൻഷി. അഞ്ചാമത്തത് N ഗോപാലസ്വാമി അയ്യങ്കാർ. ആറാമത്തത് സെയ്ദ് മുഹമ്മദ് സാദുള്ള. ഏഴാമത്തത് അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ കേട്ടാ. അപ്പൊ നോക്കി, കൃഷ്ണസ്വാമിയുണ്ട്, ഗോപാലസ്വാമിയുണ്ട് കേട്ടോ. ഈ 7 പേര് ഇത് കൃത്യമായി പഠിച്ചു വെച്ചു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സാമിൽ ചോദിക്കുന്ന ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? 7 പേരാണ്. ചെയർമാൻ നമ്മുടെ അംബേദ്കർ. പിന്നെ ആരൊക്കെയാ? മാധവ റാവു, കൃഷ്ണമാചാരി, KM മുൻഷി, ഗോപാലസ്വാമി അയ്യർ, കൃഷ്ണസ്വാമി അയ്യർ കേട്ടാ. ഗോപാലസ്വാമി അയ്യങ്കാറും കൃഷ്ണസ്വാമി. പിന്നെ സെയ്ദ് മുഹമ്മദ് സാദുള്ള. ഇവർ 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാ ഫോം ചെയ്ത? 1947 ഓഗസ്റ്റ് 29. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര ദിവസം കഴിഞ്ഞ്? 14 ദിവസം കഴിഞ്ഞ്. 15 സ്വാതന്ത്ര്യം, 29
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? രൂപീകരിച്ചു. എത്ര പേരുണ്ട്? 7 പേര്. ഈ 7 പേരും കൃത്യമായി പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാരണം അത് അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. നമുക്ക് ഹു വാസ് ദി ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? കഴിഞ്ഞ NDPSC ചോദിച്ചതാ. ഇതെല്ലാം കഴിഞ്ഞ NDPSC ചോദിച്ച ചോദ്യങ്ങളാണ്. കണ്ടാ, എന്താ ചോദിച്ചത്? ഡോക്ടർ BR അംബേദ്കർ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്, ഹു among the following was not a member of the drafting committee of the Indian Constitution? വേറൊരാൾക്ക് ചോദിച്ചതാ, ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വരാത്തത്? നമുക്കിതിലിപ്പോൾ ആര് വരും? സയ്യിദ് മുഹമ്മദ് സാദുല്ല ഉണ്ടല്ലേ, ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടല്ലേ, KM മുൻഷി ഉണ്ട്, AV താക്കൂർ എന്തില്ല? ഇല്ല. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, AV താക്കർ എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ അല്ലാത്തത് അല്ലേ. സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ളത് ആരാണ്? ഈ 3 പേരും. പിന്നെ നമുക്കറിയാം ബാക്കി ടോട്ടൽ 7 പേര്. ഈ 7 പേരും കൃത്യമായി പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം നോക്കടാ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഫോഴ്സ് ഇൻ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത്? ഓക്കെ, ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത്, അതായത് രൂപീകരിച്ച് നമുക്കറിയാം എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആയത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാ? അത് 1946 നവംബർ 26 അല്ലേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നവംബർ 26 അതായത് 1946 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? റെഡിയായി അല്ലേ. പക്ഷേ 1946 അല്ല, 1949 നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? റെഡിയായി അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നവംബർ 26 പക്ഷേ അത് നിലവിൽ വന്നത് 1950 ജനുവരി 26 നമ്മുടെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേയിൽ അല്ലേ. റിപ്പബ്ലിക് ഡേ ആഘോഷം എന്നാ? നവംബർ 26 അല്ലേ. സോ ഈ ക്വസ്റ്റ്യൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 1950 ജനുവരി 26. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ റെഡി ആയത്? അത് 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആയത്. പക്ഷെ അത് നിലവിൽ വന്നത് 1950 ജനുവരി 26. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ എത്ര ദിവസം എടുത്തെന്നറിയോ? അതും ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. 2 വർഷം 11 മാസം 18 ദിവസം. ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ എടുത്ത ടൈം എന്ന് പറയുന്നത്. 2 വർഷം 11 മാസം 18 ദിവസം കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറായത്. അത് 1949 നവംബർ 26 തയ്യാറായി. പക്ഷെ നിലവിൽ വന്ന എന്നാ? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി. കാരണം ഇതിൽ കണ്ട ഓപ്ഷൻ സി ഉണ്ടാ, നമ്മൾ ആ ഡേറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയായ ഡേറ്റ, പക്ഷെ അതല്ല ഫോഴ്സ് ഇൻ എന്ന് പറയുമ്പോൾ നിലവിൽ വന്നത് അത് 50 ജനുവരി 26. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. A total of articles that were present originally in the Indian Constitution during its implementation. അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നതെന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? എത്ര ആർട്ടിക്കിൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത് മൊത്തവും 395 ആർട്ടിക്കിൾ. എത്ര ആർട്ടിക്കിൾ ആയിരുന്നു? 395 ആർട്ടിക്കിൾ, 8 ഷെഡ്യൂള്, 22 പാർട്സ്. ഇതാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എന്താണ് ഉണ്ടായിരുന്നത്? 395 ആർട്ടിക്കിള്, ദെൻ 8 ഷെഡ്യൂള്, 22 പാർട്ട്. എന്നാൽ ഇന്നിപ്പോൾ എത്രയാണെന്ന് അറിയാമോ? ഇന്നിപ്പോൾ അങ്ങനെയും ചോദിക്കാം. നിലവിൽ ഇപ്പോൾ എത്രയാണ്? നിലവിൽ 448 ആർട്ടിക്കിൾസ് ഉണ്ട്. ഷെഡ്യൂൾ എത്രയായി? 12 ഷെഡ്യൂളായി അല്ലേ. പാർട്സോ 25 പാർട്സുമായി. സോ രണ്ടിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നിലവിൽ വന്ന സമയത്ത് എത്ര? നിലവിൽ വന്ന സമയത്താണെങ്കിൽ 395 ആർട്ടിക്കിൾ, 8 ഷെഡ്യൂള്, 22 പാർട്ട്. എന്നാൽ അത് ഇന്നിപ്പം 448 ആർട്ടിക്കിൾ, 12 ഷെഡ്യൂള്, 25 പാർട്സ് ഉണ്ട്. ഓക്കെ, സോ ഇത് നല്ല ചോദ്യമാണ് കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇനിയും ചോദിക്കാം. ഇപ്പോൾ കൃത്യമായി നിങ്ങൾ ഈ 3 പാർട്ട് ഒന്ന് പഠിച്ചു വെച്ചേരെ ഇതിലൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത എന്താ ചോദിച്ചേക്ക് നോക്കിയാൽ ഈ ഒരു ഭാഗത്തുനിന്ന്, which committee recommended that fundamental duties be included in the Constitution of India? ഇന്ത്യൻ ഭരണഘടനയിൽ
നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലേ, നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് എത്രയാ, നമ്മുടെ പാർട്ട് 4A അല്ലേ, 4A ആർട്ടിക്കിൾ 51A അല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്ന റെക്കമെൻഡേഷൻ ഓഫ് ഏത് കമ്മിറ്റി എന്ന്, സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഹു വാസ് ദി ഇന്ത്യാസ് ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് ലേബർ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ലേബർ മിനിസ്റ്റർ ആരെന്നാണ് ചോദ്യം. സോ ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇന്ന് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ആദ്യത്തെ മിനിസ്റ്റർമാർ, നമ്മുടെ ഈ ഫസ്റ്റ് നമ്മളൊക്കെ ആദ്യത്തെ മന്ത്രിസഭ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയാണല്ലേ. അപ്പോൾ അതിൽ മന്ത്രിമാർ ഏതൊക്കെ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് ഒന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3-4 പേർക്ക് അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ മിനിസ്റ്റർ ആരെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ NTPSC. ഫസ്റ്റ് ഫോറിൻ മിനിസ്റ്റർ ആരെന്നറിയും, ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ മിനിസ്റ്റർ ആരെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആരാ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ജവഹർലാൽ നെഹ്റു, കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയാണെങ്കിലും അദ്ദേഹം എന്ത് കൈകാര്യം ചെയ്തിരുന്നു, ഫോറിൻ അഫയേഴ്സ് കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫോറിൻ മിനിസ്റ്റർ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ചോദിച്ചത് ലേബർ മിനിസ്റ്റർ ആരെന്നറിയോ, ഇന്ത്യയുടെ ആദ്യത്തെ ലേബർ മിനിസ്റ്റർ അത് ജഗ്ജീവൻ റാമാണ്. ജഗ്ജീവൻ റാമാണ് ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ് ലേബർ മിനിസ്റ്റർ, തൊഴിൽ മന്ത്രി കേട്ടോ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആരാണ്? ഹോം മിനിസ്റ്റർ, നമ്മുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആരാ, നമ്മുടെ സർദാർ പട്ടേലാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആരെന്നറിയോ കേട്ടോ. റെയിൽവേ എക്സാം ആയതുകൊണ്ടാണ് ചോദിച്ചത്. ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആരാണ്? റെയിൽവേ മിനിസ്റ്റർ ജോൺ മത്തായി. ആരാണ്? ജോൺ മത്തായി. പുള്ളി മലയാളിയാണ് കേട്ടോ. ജോൺ മത്തായി ആണ് ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ. ഇനി ഈ ഓപ്ഷനിലുള്ളവരും ആദ്യത്തെ മിനിസ്റ്റേഴ്സ് ആണ്. അമൃത് കൗർ ആരെന്നറിയോ, ആദ്യത്തെ അമൃത് കൗർ, രാജ്കുമാരി അമൃത് കൗർ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആണ് കേട്ടോ. ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. അംബേദ്കർ ലോ, നമ്മുടെ ലോ മിനിസ്റ്റർ. സർദാർ ബൽദേവ് സിംഗ് ദ ഡിഫൻസ് മിനിസ്റ്റർ, ഫസ്റ്റ് ഡിഫൻസ്, ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്? സർദാർ ബൽദേവ് സിംഗ്. അത് ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. അതുപോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാ? വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ മൗലാന അബുൽ കലാം ആസാദ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, കാരണം ഇദ്ദേഹത്തിന്റെ ജന്മദിനം November 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ചോദിക്കുന്ന ഡേറ്റ് ആണ് November 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. മൗലാന അബുൽ കലാം ആസാദ് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. സോ അത് നിങ്ങൾ കൃത്യമായും ഏതൊക്കെ മിനിസ്റ്റേഴ്സ് ആണ് അത് കൈകാര്യം ചെയ്തതെന്ന് നോക്കി വെക്കുക. സോ ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക് നമ്മുടെ പൊളിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഈ ഇത്രയും ക്വസ്റ്റ്യൻ ആണ്, ഒരു 10 ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായി പഠിച്ചു പോകുക. നമുക്ക് ഓരോരോ ഇനി അടുത്ത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, ഡ്യൂട്ടിയിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, സിറ്റിസൺഷിപ്പിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, ആർട്ടിക്കിൾ ഏതൊക്കെ ചോദിച്ചു, അങ്ങനെ നമുക്ക് ഓരോ സെറ്റായിട്ട് കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് ബേസ് പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരുന്ന NTPSCയും അതുപോലെ ഗ്രൂപ്പ് D എക്സാമിനും കേട്ടോ. NTPSC മാത്രമല്ല കേട്ടോ, വരുന്ന ഗ്രൂപ്പ് D എക്സാമിനും ഇതെന്താണ് നിങ്ങൾക്ക് ഉപയോഗമുള്ള സാധനമാണ്. അപ്പോൾ ടോപ്പിക്കായി പഠിച്ചു പോകുമ്പോൾ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ ഞാൻ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. Okay, thank you.